ഡേ ഇവൻ കുറ്റം പറയാം വീണ്ടും വന്നോ എന്ന് വിചാരിക്കുന്നവരോട് ഇത് കുറ്റം പറയുന്ന വീഡിയോ അല്ല. കുറ്റം പറയുന്ന വീഡിയോ കാണാനാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോ. ഞാൻ നന്നായി, ഞാൻ കുറ്റം പറച്ചിൽ നിർത്തി. എല്ലാവരും പുതിയ തുടക്കത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ മാത്രം എന്തിനാണ് ഇവരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് കേട്ടോ. പ്രണവ് പ്രവീൺ വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്തു. അതിനകത്ത് കുഴപ്പമില്ലായിരുന്നു, എല്ലാം അടിപൊളി വീഡിയോസ് ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വിചാരിച്ച് എന്തായാലും ഒരാൾ കേസ് വരും, ഇത്രയും ഇതല്ല, എന്തായാലും കേസ് വരും. കേസൊന്നും ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കാരിക്കും പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് കേസ്? സ്വമേധയൊന്നും കേസ് എടുത്തിട്ടില്ലെന്ന് അന്ന് സ്വമേധയെ കേസ് എടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് കുറേ പേരൊക്കെ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ അവർക്ക് പരാതിയില്ലെങ്കിൽ അടി കൊണ്ടവർക്ക് പരാതിയില്ലെങ്കിൽ കണ്ടു നിന്നവർക്കാണോ പരാതി? ആർക്കാ പരാതി? അല്ല, പിന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, പരാതി വേണം, പരാതി കൊടുക്കണം, പ്രവീണിൻ്റെ ഭാഗത്താണ് തെറ്റ്, അതല്ല പ്രണവിൻ്റെ ഭാഗത്താണ് തെറ്റ്. എന്തുവാണ് ഇത്? വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ചുമ്മാ മറ്റുള്ളവരുടെ വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നത്. നാണക്കേട്. ഇപ്പം പ്രവീണും മൃദുലയും കൂടി വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പ്രസവ പരിരക്ഷയിലാണ്, അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചാനലിൽ ആദ്യമിട്ട വീഡിയോ എല്ലാവർക്കും അറിയായിരിക്കും, അതിങ്ങോട്ടോ മുങ്ങിപ്പോയി. ഇപ്പോൾ രണ്ടാമത് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അവർ കുറച്ച് നെഗറ്റീവൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാറില്ല, എൻ്റെ വെയിറ്റ് ഒരു ദിവസം കുറഞ്ഞു വരികയാണ്, അമ്മേൻ്റെ മുഖത്ത് മുളനതയാണ്, അങ്ങനെ അതൊക്കെ അവരുടെ ഫാമിലി ഇഷ്യൂസാണ്. നമ്മൾ ചിലർ ഫോൺ വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തിടുന്ന പോലെ ഒന്നും നമ്മൾ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ കമൻറ്റുകളാണ് സഹിക്കാൻ വയ്യാത്തത്. ഇപ്പോൾ ഞങ്ങൾ ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊന്നും കുഴപ്പമില്ലല്ലോ, പിന്നെ ഈ കമൻറ്റ് ഇടുന്നവർക്ക് എന്ത് ഇത്ര വലിയ കുഴപ്പം? കമൻറ്റുകൾ സഹിക്കാൻ വയ്യ. കമൻറ്റുകളിൽ പറയുന്ന ഇവർ രണ്ടുപേരും കൂടി ഒന്നാവുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന കുറേ കമൻറ്റുകൾ, അതിനിടയിൽ പ്രവീണിനെയും മൃദുലേനെയും കുറ്റം പറയുന്ന കുറേ കമൻറ്റുകൾ, അതിനിടയിൽ ഇവർ രണ്ടുപേരും ഒന്നാകണ്ട, ഇവർ രണ്ടുപേരും രണ്ടായിട്ട് നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടമെന്ന് പറയുന്ന മറ്റു കുറേ പേർ. ഇതിനകത്ത് ഞാൻ ഏത് പേരില്ല? ഞാൻ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ രണ്ടുപേരും കൂടി ഒന്നിക്കണേ എന്നുള്ള പേരിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ പേരെന്ന് പറഞ്ഞാൽ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, മൃദുലയും പ്രവീണും കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, ഇവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, ആർക്കും പരാതിയില്ല, ആർക്കും പരിഭവമില്ല. ഇവർ ഫോൺ വിളിയൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ട് ആ പ്രശ്നത്തിന് ശേഷം ഇവർ പരസ്പരം ഫോൺ വിളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോൺ വിളിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്താണോ പ്രശ്നം? ഈ കുടുംബക്കാർക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് യൂട്യൂബേഴ്സിന് നാട്ടുകാർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കമൻറ്റുകളൊക്കെ നിർത്തിക്കൂടെ? ഇനി എന്തായാലും അവരവരുടെ വീഡിയോ ആയിട്ട് പോകും, മറ്റവരുടെ വീഡിയോ ആയിട്ട് വരും. പക്ഷേ നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ട് നന്നായി, എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ തന്നെ എന്താ കണ്ടൻറ്റ് കിട്ടുക, എന്താ ഇവരെക്കുറിച്ച് കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കറക്റ്റ് സമയത്താണ് കിട്ടിയത്. ഞാൻ മറ്റവരുടെ വീഡിയോ കണ്ടു, സെർച്ചിങ് ഹോം എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത്. പക്ഷെ അതിനകത്തെല്ലാം നല്ല കമൻറ്റുകളാണ്. ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റുന്ന കമൻറ്റുകളൊന്നുമില്ല. പക്ഷെ ഇവരുടെ വീഡിയോ വന്നപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി വരുന്നുണ്ട്. 4 ലക്ഷം കഴിഞ്ഞ സബ്സ്ക്രൈബേഴ്സായിരുന്നു, പെട്ടെന്നത് 3.5 ലക്ഷത്തിലേക്ക് എത്തി. വീണ്ടും 366K ആയിട്ടുണ്ട്. കയറി വരട്ടെ. എന്താണെങ്കിലും യൂട്യൂബിലെ വരുമാനം കൊണ്ട് തന്നെയാണ് അവർ ഇതാക്കുന്നത്. അച്ഛന് ജോലി ഉണ്ട് കേട്ടോ, അതല്ലാതെ ഇവന്മാർ യൂട്യൂബിലെ വരുമാനം കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും ഇത്രയൊക്കെ ആയി, ആർക്കും കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ അവർ വീഡിയോ ഇട്ട് ജീവിക്കട്ടെ, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടും. ഇവർ മിണ്ടാതെ വീഡിയോ ഇടാതിരുന്നാൽ പിന്നെ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ എന്ത് കണ്ടൻറ്റ് കിട്ടാനാ? നമ്മളൊക്കെ മറ്റുള്ളവൻ്റെ കണ്ടൻറ്റും കൊണ്ട് ജീവിക്കുന്നവരല്ലേ? അങ്ങനെയൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളാരും ഇവരുടെ വീട്ടിലേക്ക് എത്തി നോക്കുകയോ ഇവർ വിളിക്കുന്ന ഫോൺ റെക്കോർഡുകൾ ആരും അറിയാതെ റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നവരല്ല. ഇവരെന്ത് കണ്ടൻറ്റ് യൂട്യൂബിലേക്ക് ഇടുന്നോ അതിൽ നിന്നുള്ള സാധനം മാത്രമാണ് നമ്മളെപ്പോലെയുള്ളവർ എടുക്കുന്നത്. അല്ലാതെ അവിടെ ഒളിഞ്ഞു നോക്കി അവിടെ എന്താ പ്രവീണിൻ്റെയും മൃദുലേൻ്റെ അടുത്ത് നിന്ന് നടക്കുന്നത്, ഈ പ്രണവിൻ്റെ അടുത്ത് നിന്ന് നടക്കുന്നത്, അങ്ങനെ ചെയ്യുന്നവരല്ല കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടുന്നവരെ കമൻറ്റ് ഇടുക എനിക്കിഷ്ടമാണ്. നല്ല നല്ല കമൻറ്റുകൾ ഇട്ടോ. നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പെട്ടെന്ന് നമ്മളങ്ങ് റീച്ചിലേക്ക് കൊണ്ടുപോകും. നെഗറ്റീവ് കമൻറ്റ് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടംപോലെ നെഗറ്റീവ് ഇട്ടാണ്, നീ നിർത്തിയില്ലടാ നീ എന്നൊക്കെ ചോദിച്ച് ഇട്ടോളൂ. ഇടുന്നതിൽ വിരോധമൊന്നുമില്ല. കൂടെ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കൂ, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാവർക്കും പൈസ വേണം, അവർക്കും പൈസ വേണം, ഇവർക്കും പൈസ വേണം, നമുക്കും പൈസ വേണം. അപ്പോൾ അവർ നമ്മൾ വെച്ച് കുറേ പൈസ ഉണ്ടാക്കും, അപ്പം നമ്മൾ അവർ വെച്ച് കുറേ പൈസ ഉണ്ടാക്കും.
അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. പിന്നെ അതിനകത്ത് കാറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ബലീനോ കാറ് പഴയ കാറല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ കാറാണെന്ന് പറയുന്നുണ്ട്. ഇനി പ്രവീൺ എടുത്തുകൊണ്ട് പോയെന്നൊന്നും അറിയില്ല. പക്ഷേ പ്രവീൺ പറഞ്ഞത് വണ്ടികളൊക്കെ കൊച്ചുവിൻ്റെ പേരിലാണെന്നാണ് പറഞ്ഞത്. ആരുടെയും പേരിലാകട്ടെ, നിനക്കെന്താണ് അതിന്? അല്ല പിന്നെ